അവിടെ എത്തിയപ്പം അവിടുത്തെ ബോർഡിൽ ലാസ്റ്റ് കോൾ എന്നാണുള്ളത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കറക്റ്റ് സമയത്ത് എത്തിയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ബോർഡിംഗ് പാസ് അവിടെ കറക്റ്റ് കയ്യിൽ കൊടുത്ത സമയത്ത് അവർ പറഞ്ഞു ഞങ്ങളടുത്ത് നിങ്ങൾക്ക് ബോർഡ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇനി ആരുടെ അടുത്താ പോയി കംപ്ലയിൻറ്റ് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഞങ്ങൾ എയർലൈൻ സ്റ്റാഫിൻ്റെ അടുത്ത് പറയുമ്പോൾ അവർ കൈമലർത്താണ്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം ആർമി എല്ലാം ഫുള്ള് സജ്ജമായിട്ടിരിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. അതായത് ടാങ്കിൻ്റെ മുകളിലൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ കത്തിച്ചിട്ട് ഒരു വാറിന് പോകുന്ന രീതിയിൽ അവരവിടെ നിൽക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. കൊസോവയും സെർബിയയും തമ്മിൽ ഏത് നിമിഷവും വാറിലേക്ക് പോവാം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അവരെല്ലാവരും പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സാബിത്ത്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലത്ത് നിന്നാണ് വരുന്നത്. 10 വർഷമായിട്ട് കാനഡയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ 2023 മെയ്യിൽ ഞാനും എൻ്റെ വൈഫ് സിലും കൂടെ ഒരു 6 മാസം നീണ്ട യൂറോപ്പ് യാത്രയ്ക്ക് പോയി. 20 രാജ്യങ്ങൾ കവർ ചെയ്ത ഒരു യൂറോപ്പ് യാത്രയുടെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയ്ക്ക് മുമ്പ് തന്നെ ഞാനും എൻ്റെ വൈഫ് സിലും കൂടെ കാനഡയിലും അതുപോലെ തന്നെ യൂറോപ്പിൽ 10ഓളം രാജ്യങ്ങളും യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നു. യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴുള്ളൊരു ആഗ്രഹമാണ് കൃത്യമായിട്ടുള്ള റിട്ടേൺ ഡേറ്റോ അല്ലെങ്കിൽ ഒരു ഐറ്റിനറിയോ ഇല്ലാതെ ഒരുപാട് കാലം ഇങ്ങനെ യാത്ര ചെയ്ത് നടക്കണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ആ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു. അത്യാവശ്യം ചെറിയ പ്ലാനുകളൊക്കെ ഉണ്ടാക്കി, പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു, ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ആദ്യം കൊച്ചിയിൽ നിന്ന് റിയാദിലേക്കാണ് ഫസ്റ്റ് സ്റ്റോപ്പ്. അത് കഴിഞ്ഞിട്ട് യൂറോപ്പിലെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിൽ ജനീവയാണ്. അങ്ങനെ ഞങ്ങൾ മെയ് 11 തീയതി കൊച്ചിയിലെത്തി. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ റിയാദിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറി. റിയാദിൽ രാത്രി 11 മണിക്ക് എത്തുന്നത്. 10 മണിക്കൂറോളം ലേ ഓവർ ഉണ്ട് റിയാദ് എയർപോർട്ടിൽ. രാവിലെ 9 മണിക്കാണ് ജനീവയിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ അവിടെ പുസ്തകം വായിച്ചും പിന്നെ കുറേ നേരം ഉറങ്ങിയും അങ്ങനെ ഭക്ഷണം കഴിച്ചൊക്കെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഗേറ്റ് ടൈം വരുന്നത്, ഗേറ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഏകദേശം ഒരു എന്താ പറയുക ബോർഡിങ്ങിൻ്റെ സമയത്തോട് അടുത്താണ്. അങ്ങനെ രാവിലെ ഒരു 8:15 ഞങ്ങൾ അവിടെ പോയപ്പോഴും ഗേറ്റ് നമ്പർ വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇത്രയും ഡിലേ ആയിട്ട് എന്താണ് ഗേറ്റ് നമ്പർ വരാത്തതെന്ന്. പക്ഷെ ഞങ്ങൾ അവിടെ തന്നെ നിന്നു. ഗേറ്റ് നമ്പർ ഏകദേശം ഒരു 8:20 ആയപ്പം ഗേറ്റ് നമ്പർ വന്നു. അങ്ങനെ ഗേറ്റ് നമ്പർ വന്നപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ റോങ് ടെർമിനലിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആ റൈറ്റ് ടെർമിനലിലേക്ക് ഓടാൻ തുടങ്ങി. അങ്ങനെ അവിടെ എത്തിയിട്ടും ഗേറ്റ് നമ്പർ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് പണിപ്പെട്ടു. കാരണം ആ ഗേറ്റ് നമ്പർ അവിടെ എവിടെയും കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഗേറ്റ് ബേസ്മെൻറ്റിലാണ്, താഴേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓടി താഴേക്ക് എത്തി. അവിടെ എത്തിയപ്പം അവിടുത്തെ ബോർഡിൽ ലാസ്റ്റ് കോൾ എന്നാണുള്ളത്. ഗേറ്റ് ക്ലോസ്ഡ് അല്ല, ലാസ്റ്റ് കോൾ എന്നുള്ള ഇതാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കറക്റ്റ് സമയത്ത് എത്തിയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ബോർഡിംഗ് പാസ് അവിടെ കറക്റ്റ് കയ്യിൽ കൊടുത്ത സമയത്ത് അവർ പറഞ്ഞു ഞങ്ങളടുത്ത് നിങ്ങൾക്ക് ബോർഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഫ്ലൈറ്റ് ഡയറക്റ്റ് ബോർഡിംഗ് അല്ല ഫ്ലൈറ്റിലേക്ക്, പക്ഷേ ഒരു ബസ്സിൽ കൊണ്ടുപോയിട്ട് ഫ്ലൈറ്റിലേക്ക് കയറ്റുന്ന ഒരു സിസ്റ്റമായിരുന്നു അവിടെ. അപ്പോൾ ആ ബസ് ഓൾറെഡി പോയി. ഞങ്ങളോട് ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ അവരുടെ കാല് പിടിച്ച് പറഞ്ഞു. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ലാസ്റ്റ് കോളിൽ എത്തിയിട്ടുണ്ട്, നമ്മളവിടെ ഗേറ്റ് ക്ലോസ്ഡ് പോലും അല്ല. എന്നിട്ട് പോലും വളരെ റൂഡായിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു രീതിയിലുള്ളൊരു മെൻറ്റാലിറ്റി അവർ കാണിച്ചിട്ടില്ല. മാത്രമല്ല അവർക്ക് ഇംഗ്ലീഷ് അധികം വശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവരുടെ കാല് പിടിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഫ്ലൈറ്റിൽ പോകണം. കാരണം ഞങ്ങളുടെ ഒന്നാമതേ ഞങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളും ഫിനാൻസ് എല്ലാം ആ ഒരു പ്ലാനിങ്, കാരണം ജോലി ഉപേക്ഷിച്ചതുകൊണ്ട് ആ ഒരു പ്ലാനിങ്ങിലുള്ള ട്രിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫ്ലൈറ്റിൽ പോയാൽ ഞങ്ങൾക്ക് എന്തായാലും ക്യാൻസൽ അല്ലെങ്കിൽ മിസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്ത് അത്രയ്ക്ക് പറഞ്ഞെങ്കിലും അവർ ഒരു കണക്കിനും കൂട്ടാക്കിയില്ല. അങ്ങനെ ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഈ ഒരു ബോർഡിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഏകദേശം സമയം അടുത്തിട്ടുണ്ട്, ഡിപ്പാച്ചർ ടൈം അതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഡിപ്പാച്ചർ ടൈം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഹെൽപ്പും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം തോന്നി ഈ ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല എന്നുള്ളത്. എങ്കിൽ പോലും അവസാന നിമിഷം വരെ നമ്മൾ അതിന് ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ ഫ്ലൈറ്റ് എന്തായാലും ഞങ്ങൾക്ക് കിട്ടിയില്ല, അത് മിസ്സായി. അങ്ങനെ ഇനി എന്താ ഓപ്ഷൻ എന്നുള്ളത് ഞങ്ങൾ നോക്കി. അടുത്ത ഫ്ലൈറ്റിൻ്റെത് ഞാൻ എൻ്റെ ഫോണിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി, ഇനി എങ്ങോട്ടാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ നമുക്കിനി എന്തായാലും സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാൻ പറ്റില്ല, അവിടത്തേക്ക് ഫ്ലൈറ്റ്സ് ഒന്നുമില്ല. ഉള്ള ഫ്ലൈറ്റ്സ് ആണെങ്കിലും ഭയങ്കര എക്സ്പെൻസീവുമാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് റിയാദിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റ്സ് എങ്ങോട്ടേക്കാണ് അഫോർഡബിൾ ആയിട്ടുള്ള ഫ്ലൈറ്റ്സ് ഉള്ളതെന്നൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ ഇറ്റലിയിൽ റോമിലേക്ക് ഒരു ഫ്ലൈറ്റ് കണ്ടു റിയാദിൽ നിന്ന്. അത് പക്ഷേ അന്ന് വൈകിട്ട് 7 മണിക്കാണ്. ആ ഫ്ലൈറ്റ് എങ്ങനെയെങ്കിലും കയറുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ ആ ടെർമിനലിൽ പോയി വെയിറ്റ് ചെയ്തു. ആ ഗേറ്റ് നമ്പറിൻ്റെ അഥവാ ആ ഒരു സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം
ആ ഒരു സമയം എടുത്തപ്പം ബോർഡിങ്ങിൻ്റെ സമയം എടുത്തപ്പം ജസ്റ്റ് വെറുതെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി അവരുടെ അടുത്ത് പോയി ചോദിച്ചു, ഇതാണ് ടിക്കറ്റ്, എല്ലാം ഓക്കെ അല്ലേ, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന്. ആ ഒരു സമയത്താണ് അവർ പറയണത് ഈ ഫ്ലൈറ്റിലും നിങ്ങൾക്ക് ബോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് സൗദി അറേബ്യയുടെ വിസ ഇല്ല എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻസും ഇല്ലാത്ത കാര്യമാണ് അവർ പറഞ്ഞത്. കാരണം നമ്മൾ സൗദി അറേബ്യയിലേക്ക് ഇറങ്ങിയിട്ട് പോയില്ല, നമ്മൾ ടെർമിനലിൽ തന്നെയാണുള്ളത്, നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ ഒരാൾക്ക് വിസ വേണ്ട എന്നുള്ളത് ജനറൽ റൂളാണ്. അപ്പം പക്ഷേ അവർ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ പോളിസി അങ്ങനെയല്ല, ഞങ്ങൾക്ക് എന്തായാലും വിസ ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ആ സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്രോക്കണേ, എന്താ പറയുക, നമുക്ക് ഒരു ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഫുള്ളായിട്ട് നമ്മൾ തകർന്നു പോയി. നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു നമ്മുടെ സിറ്റുവേഷൻ ഇതാണ്, നമുക്ക് മറ്റേ ഫ്ലൈറ്റ് മിസ്സായി, അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലൈറ്റ് എടുത്തത്, അതുകൊണ്ട് നമുക്ക് വിസയുടെ ആവശ്യമില്ല, ഞങ്ങൾ ഇവിടുന്ന് ഈ ടെർമിനലിൽ ഞങ്ങൾ പുറത്ത് പോയിട്ടില്ല എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴും അവരൊന്നിനും നമുക്ക് സപ്പോർട്ടീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞു ഈ ഫ്ലൈറ്റിൽ എന്തായാലും നിങ്ങൾക്ക് ബോർഡ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ബോർഡിംഗ് പാസ് ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്, എല്ലാം ശരിയാണ്, നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനി ആരുടെ അടുത്താ പോയി കംപ്ലയിൻറ്റ് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഞങ്ങൾ എയർലൈൻ സ്റ്റാഫിൻ്റെ അടുത്ത് പറയുമ്പോൾ അവർ കൈമലർത്താണ്, വേറെ ആൾക്കാരുടെ അടുത്ത് സൗദി എയർലൈൻസിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ പറയുന്നത് അവർക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ എയർപോർട്ട് അതോറിറ്റിയുടെ ആളെടുത്ത് മീറ്റ് ചെയ്തു. അവരടുത്ത് നമ്മൾ ഈ സിറ്റുവേഷൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു വിസ എയർലൈൻസ് എന്ന് പറഞ്ഞ എയർലൈൻസിലാണ് നമ്മൾ രണ്ടാമത്തെ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു അവരിതേപോലെയാണ്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എയർലൈൻസിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നു എന്നുള്ളത്. എന്നാൽ ഈ ഒരു ഇൻഫർമേഷനും നമുക്ക് നേരത്തെ തന്നിട്ടില്ല. ഈ ഒരു ഇൻഫർമേഷൻ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആ എയർലൈൻസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യില്ലായിരുന്നു. അങ്ങനെ ഈ ഇൻഫർമേഷൻ ഇവരാണ് പറയണത്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് കരഞ്ഞു ചോദിച്ചു ഇനി നമുക്ക് എന്താ വഴിയുള്ളത്. ഞങ്ങൾക്ക് ഒരു 24 മണിക്കൂറോളം ഇപ്പം നമ്മൾ ആ എയർപോർട്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് ആദ്യം നമ്മൾ സ്വിറ്റ്സർലാൻഡിലേക്ക് ടിക്കറ്റ് എടുത്തു, അവിടേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ പിന്നെ ഇറ്റലിയിൽ റോമിലേക്ക് ടിക്കറ്റ് എടുത്തു, അതിൽ നമ്മൾ കയറ്റിയിട്ടില്ല. നമുക്ക് ഈ ടിക്കറ്റിൻ്റെ പ്രൈസ് എല്ലാം പോയി, നമുക്ക് അത് തിരിച്ചു വരില്ല. അതുപോലെ നമ്മുടെ ബഡ്ജറ്റിൽ നിന്നാണ് ഈ എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇനി എന്താണ് മാർഗം, ഇനി എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്? അപ്പോൾ അവർ പറഞ്ഞു ഒന്നെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോവാം, നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോവാം നിങ്ങൾ വന്നിടത്തേക്ക്, അല്ലെങ്കിൽ പുതിയൊരു ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗദിയിൽ ഇറങ്ങാം. ഈ ഒരു 3 ഓപ്ഷനാണ് അവർ ഞങ്ങൾക്ക് മുന്നിലേക്ക് നീട്ടിയത്. അപ്പോൾ ആ ഒരു സമയത്താണ് എൻ്റെ കസിന് റിയാദിലുണ്ടായിരുന്നു. അപ്പോൾ ആ കസിനെ ഞാൻ വിളിച്ചു, പുള്ളിയെടുത്ത് ചോദിച്ചു ഇങ്ങനെയാണ് സിറ്റുവേഷൻ, ഇങ്ങനെയാണ് കാര്യങ്ങൾ, എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് റിയാദിൽ ഇറങ്ങാൻ പറ്റുമെങ്കിൽ നീ അവിടെ ഇറങ്ങ്, ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം, എന്നിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് തീരുമാനിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, പുള്ളി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ റിയാദിലേക്ക് സൗദിയിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ വിസ ഓൺ അറൈവൽ കിട്ടി. അവിടുത്തെ സ്റ്റാഫ്, ഇമിഗ്രേഷനിലത്തെ സ്റ്റാഫ് ആക്ച്വലി നല്ല സപ്പോർട്ടീവായിരുന്നു. അവർ ഈ ഒരു കഥകൾ കേട്ടപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര എന്താ പറയുക ഒരു സിമ്പതി പോലെ നമ്മുടെ അടുത്ത് തോന്നി. അവർ വിസ ഓൺ അറൈവലൊക്കെ പെട്ടെന്ന് തന്നു, എന്നിട്ട് നമ്മളെ സൗദിയിൽ ഇറങ്ങാൻ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ റിയാദിലെത്തി. റിയാദിൽ എൻ്റെ കസിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് തന്നെ ഇനി പുതിയ പ്ലാനുകൾ ഞങ്ങൾക്ക് ഇടണം. കാരണം ഈ 2 പ്ലാനുകളും ഞങ്ങളത് കൊളായി. ഇനിയിപ്പം എന്താണ് ചെയ്യേണ്ടത്, ഇനി അടുത്ത രാജ്യത്തെ എങ്ങോട്ടേക്ക് പോകണം, എവിടത്തേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇനി പ്ലാൻ ചെയ്യണം, ഒന്നും തൊട്ടേ പ്ലാൻ ചെയ്യണം. അങ്ങനെ ഞങ്ങളൊരു പുതിയ പ്ലാൻ ഇട്ടു. ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ ഞങ്ങൾ റിയാദിൽ നിന്ന് ബുഡാപെസ്റ്റിലേക്ക്, ഹംഗറിയിലെ ബുഡാപെസ്റ്റിലേക്ക് ഞങ്ങൾക്ക് ഇതേപോലെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ടിക്കറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലൊരു ടിക്കറ്റ് അവൈലബിളായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബുഡാപെസ്റ്റിലേക്ക് ഫ്ലൈറ്റ് കയറി. ഈ സമയത്ത് ഫ്ലൈറ്റിലൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാം ഓക്കെ ആയിരുന്നു. എല്ലാം ഞങ്ങൾ നേരത്തെ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ പ്രാവശ്യം ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നതും. എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് ഈ പ്രാവശ്യം നടന്നു. അങ്ങനെ ഞങ്ങൾ ബുഡാപെസ്റ്റിലെത്തി. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.
ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം റോഡ് ട്രിപ്സ് ആണ്. റോഡ് ട്രിപ്സിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മെയിൻ ഡെസ്റ്റിനേഷൻസ് അല്ലാതെ തന്നെ വളരെ റിമോട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കും ഞങ്ങൾക്ക് പോകാൻ ഭയങ്കര താല്പര്യമാണ്. കാരണം അവിടെയാണ് ആ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ റിയൽ എസൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ട്രാവൽ ചെയ്യാനാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ കാർ റെൻ്റലിലേക്ക് പോയി. കാർ റെൻ്റലിലേക്ക് പോയതിന് ശേഷം നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു. നമ്മൾ അന്ന് ബുഡാപെസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ബുഡാപെസ്റ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ല. കാരണം എന്തായാലും വണ്ടി തിരിച്ചു കൊടുക്കേണ്ട സമയം വരുമ്പോൾ ഇതേ സ്ഥലത്ത് ഞാൻ വണ്ടി തിരിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയം വരുമ്പോൾ നമുക്ക് അന്ന് ബുഡാപെസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ സെർബിയയിലേക്ക് വിട്ടു. അങ്ങനെ ഹംഗറിയിൽ നിന്ന് സെർബിയ ബോർഡർ, സെർബിയയും ഹംഗറിയും നെയ്ബറിങ് കൺട്രീസാണ്. അപ്പം സെർബിയ ബോർഡർ ക്രോസ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ സെർബിയയിൽ ഷെങ്കൻ കൺട്രി അല്ലാത്തതുകൊണ്ട് അവിടെ നല്ല റഷ് ഉണ്ടായിരുന്നു. ഏകദേശം 3 മണിക്കൂറോളം നമ്മളവിടെ ബോർഡർ ക്രോസിൽ സ്റ്റക്കായി നിന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് സെർബിയയിലെ നോവി സാദ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ കുറച്ച് പ്രായമായിട്ടുള്ളൊരു കപ്പിള് അവരുടെ വീട്ടിലാണ് നമ്മളന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അവരെ നമുക്ക് എയർബിഎൻബി ത്രൂ ആണ് നമുക്ക് അവരെ കോൺടാക്റ്റ് കിട്ടിയത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവർ ആ സമയത്ത് അവരുടെ തൊട്ടടുത്തൊരു ഗാർഡൻ ഉണ്ട്. അവിടെ നിന്ന് അവർ സ്ട്രോബെറീസും കാര്യങ്ങളൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് അവർ ഇൻവൈറ്റ് ചെയ്തത്. അവിടെ നിന്ന് അവർ പോയിട്ട് നമുക്ക് സ്ട്രോബെറീസ് ഇപ്പം പറിച്ച് സ്ട്രോബെറീസ് അവിടെ നിന്ന് തന്നെ എടുത്തു തന്നു. ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. അങ്ങനെ നോവി സാദിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് ഞങ്ങളുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമുക്ക് ബെൽഗ്രാഡ് സിറ്റിയിലേക്ക് എത്തണം. ബെൽഗ്രാഡ് എന്ന് പറഞ്ഞാൽ സെർബിയയുടെ ക്യാപിറ്റലാണ്. അപ്പം അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ ആ ഒരു സമയത്ത് കേരളത്തിൽ തന്നെയുള്ള 2 ട്രാവലേഴ്സ് ഉണ്ട്. അവർ ലാറ്റ്വിയയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവർ ആ സമയത്ത് ബെൽഗ്രാഡിലുണ്ട്. അവർ നമ്മളെ മെസ്സേജ് അയക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. നമ്മുടെ കാര്യങ്ങളെല്ലാം അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അവരവിടെ മീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ അവരെ ബെൽഗ്രാഡിൽ വെച്ച് മീറ്റ് ചെയ്യുകയാണ്. അവർ നമ്മൾ നേരെ കൊണ്ടുപോയത് അവർ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. അവർ സ്റ്റേ ചെയ്യുന്നത് ഒരു കൗച്ച് സർഫിംഗ് ചെയ്യുന്ന ഒരു ഹോസ്റ്റിൻ്റെ വീട്ടിലേക്കാണ്. ആ കൗച്ച് സർഫിംഗ് ഹോസ്റ്റിൻ്റെ അടുത്ത് നമുക്ക് വളരെ വെൽക്കമിങ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഉണ്ടായത്. ആ വ്യക്തി ആക്ച്വലി ഇന്ത്യൻ ആണ്. പുള്ളി വാൾനട്ട് ഓയിൽ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യയിൽ പുള്ളിക്കൊരു കമ്പനി ഉണ്ട്. അപ്പോൾ വാൾനട്ടിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും സെർബിയയിൽ കൂടുതലായതുകൊണ്ട് സെർബിയയിൽ വന്നിട്ട് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും വേണ്ടിയിട്ടുമാണ് പുള്ളി അവിടെ താമസിക്കുന്നതും. അതിൻ്റെ കൂടെ തന്നെ പുള്ളി ഇതേപോലെ ട്രാവൽ ചെയ്യുന്ന വരുന്ന ആൾക്കാരെ ഹോസ്റ്റ് ചെയ്യാനും പുള്ളി ഇങ്ങനെ ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ സെർബിയയിൽ മറ്റുള്ള സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്ത് 1-2 ഹൈക്സും കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടെ ഒരു വില്ലേജ് ഉണ്ട്, മോക്കഗോറ എന്ന് പറഞ്ഞൊരു വില്ലേജ്. അതൊരു ഡയറക്ടർ ഒരു ഫിലിമിന് വേണ്ടി മാത്രമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത അല്ലെങ്കിൽ ബിൽഡ് ചെയ്തെടുത്തൊരു വില്ലേജൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് അട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ കൊസോവോ എന്ന നെയ്ബറിങ് കൺട്രിയിലേക്ക്, അടുത്ത കൺട്രിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഈ കൊസോവയും സെർബിയയും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊസോവോനെ ഒരു കൺട്രി ആയിട്ട് ഇപ്പോഴും സെർബിയ അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ 2008 ഈ കൺട്രി ആക്ച്വലി ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. ആ ഒരു സമയം തൊട്ടേ സെർബിയയും കൊസോവും തമ്മിൽ എപ്പോഴും ഒരു ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ സെർബിയയിൽ നിന്ന് കൊസോവോ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത്. അങ്ങനെ കൊസോവോ ബോർഡർ അടുക്കാറായപ്പോൾ ഞങ്ങളിങ്ങനെ സൈഡിലൊക്കെ ആർമി വണ്ടികളും അല്ലെങ്കിൽ ആർമി സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങി. നമ്മൾ വിചാരിച്ചു ഇതൊരു ആർമി ക്യാമ്പായിരിക്കും, ബോർഡർ ആണല്ലോ, ആർമി ക്യാമ്പായിരിക്കും, അതുകൊണ്ടായിരിക്കും ആർമി വെഹിക്കിൾസും പിന്നെ അതുപോലുള്ള ക്യാമ്പും കാര്യങ്ങളൊക്കെ കാണുമെന്ന് വിചാരിച്ചു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം ആർമി എല്ലാം ഫുള്ള് സജ്ജമായിട്ട് ഇരിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. അതായത് ടാങ്കിൻ്റെ മുകളിലൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ കത്തിച്ചിട്ട് അതിലൊക്കെ ആൾക്കാർ പ്രിപ്പയർഡ് ആയിട്ട് ഒരു വാറിന് പോകുന്ന ഒരു രീതിയിൽ അവരവിടെ നിൽക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. അതായത് ഒരു ക്യാമ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, പക്ഷേ ഇത് ശരിക്കും എന്തോ ഒരു ഇഷ്യൂ, എന്തോ ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിങ്ങനെ തോന്നി. നമ്മൾ ആ ഒരു ബോർഡർ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പം ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത് ആ സമയത്ത് അവിടെ നെറ്റ് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്താണ് ഇഷ്യൂ എന്ന് നമുക്ക് അവിടെ ആർക്കും ചോദിക്കാൻ പറ്റുന്നില്ല. അവിടെ ആ ഒരു ബോർഡർ ആയതുകൊണ്ട് അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ഏരിയയിൽ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബോർഡറിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. ആ ഒരു സമയത്ത് ഓരോ സ്ഥലത്തും ഓരോ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ വണ്ടി ചെക്ക് ചെയ്തു, നമ്മളെ കാര്യങ്ങളും നമ്മളെ IDസും കാര്യങ്ങളൊക്കെ അവർ നോക്കി. അപ്പോൾ അവർ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് പിന്നെയും പേടിയായി. ഇനിയും അങ്ങോട്ടേക്ക് പോയാൽ ഇനി വരുന്നത് ബോർഡറാണ്. അപ്പോൾ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇത്രയും ചെക്കിംഗ് ആണെങ്കിൽ നമ്മൾ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇനി നമ്മൾ പ്രശ്നത്തിലാക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ എന്ത് വിചാരിച്ചു, നമുക്ക് ഈ ബോർഡർ സെർബിയ കൊസോവോ ബോർഡർ ഇപ്പം ക്രോസ് ചെയ്യണ്ട, നമ്മൾ നേരെ അവിടുന്ന് തൊട്ടടുത്ത രാജ്യമാണ് മോണ്ടിനേഗ്രോ. അപ്പോൾ സെർബിയയിൽ നിന്ന് ഞങ്ങൾ നേരെ മോണ്ടിനേഗ്രോയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു. മോണ്ടിനേഗ്രോ വഴി കൊസോവോയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ സെർബിയയിൽ നിന്ന് നേരെ മോണ്ടിനേഗ്രോയിലേക്ക് പോയി. അവിടെ എത്തി ഏകദേശം കുറച്ച് ആ ബോർഡർ ക്രോസ് ചെയ്യാനൊന്നും നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ ആർമി വെഹിക്കിൾസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ബോർഡർ ക്രോസ് ചെയ്തതിന് ശേഷം മോണ്ടിനേഗ്രോയിൽ എത്തി. ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നെറ്റൊക്കെ കിട്ടിയ സമയത്താണ്
ഞങ്ങൾ അവിടെ ചെക്ക് ചെയ്തത് എന്തായിരുന്നു ഇഷ്യൂ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ കൊസോവും സെർബിയയും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് UN-ലെ 2 പേർക്ക് അവിടെ പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് കൊസോവും സെർബിയയും തമ്മിൽ ഏത് നിമിഷവും വാറിലേക്ക് പോവാം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അവരെല്ലാവരും പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊരു ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് ശരിക്കും ആ ഒരു ഡിസിഷൻ എടുത്തിട്ട് നേരെ കൊസോവോ ബോർഡറിലേക്ക് വരാതെ മോണ്ടിനെഗ്രോ വഴി കൊസോവോയിലേക്ക് എത്തിയത്. കാരണം അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും മേ ബി ഒരു വാർ ഉണ്ടാവാം, അതിലൊരു വാറിൽ പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി നമ്മളെ അവസ്ഥ ഇതുപോലൊന്നും ആയിരിക്കില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി നമ്മൾ ആ മോണ്ടിനെഗ്രോ വഴി കൊസോവോയിലേക്ക് എത്തിയതുകൊണ്ട്. അങ്ങനെ കൊസോവോ സിറ്റിയിൽ എത്തിയെങ്കിലും അവിടെ ഈ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എല്ലാവരും കാമായിട്ട് എല്ലാവരും നോർമൽ ലൈഫിലാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കൗട്ട്സഫിലൂടെ ഒരു ഹോസ്റ്റിനെ കണ്ടെത്തി. അപ്പോൾ അവർ പറഞ്ഞു നേരെ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നോളൂ, അവരുടെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവരുടെ അടുത്തേക്ക് പോയി. അവർ നമ്മളെ സ്വീകരിച്ചു, നമ്മളെ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഈ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവരാണ് നമുക്ക് ശരിക്കും കൊസോവോയുടെ ഹിസ്റ്ററിയും സെർബിയയുടെ ഹിസ്റ്ററിയും ആ ഒരു കോൺഫ്ലിക്റ്റിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് ഞങ്ങൾ അവരുടെ നിന്നാണ് ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നത്. അങ്ങനെ 1.5 മാസത്തോളം എടുത്തിട്ട് ഞങ്ങൾ ഫുള്ള് ബാൽക്കൻ കൺട്രീസ് എക്സ്പ്ലോർ ചെയ്തു. അപ്പം ബാൽക്കൻ കൺട്രീസ് എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടുത്തെ ആൾക്കാരാണെങ്കിൽ നല്ല ആൾക്കാരാണ്. ഞങ്ങൾ ആദ്യത്തെ പ്ലാനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെങ്കൻ കൺട്രീസ് ട്രാവൽ ചെയ്യാനായിരുന്നു. ഷെങ്കൻ കൺട്രീസ് ആണ് കൂടുതൽ ആൾക്കാർ കേട്ടതും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നതൊക്കെ ഷെങ്കൻ കൺട്രീസിലേക്കാണ്. പക്ഷേ അങ്ങനെ ബാൽക്കൻ കൺട്രീസ് ടൂറിസത്തിന് അത്ര പോപ്പുലർ അല്ലായിരുന്നു. പക്ഷേ ഈ ബാൽക്കൻ കൺട്രീസ് യാത്ര ചെയ്തപ്പോഴാണ് നമുക്ക് അവിടെ എത്രത്തോളം ഭംഗിയുണ്ട്, ആ ഭാഗങ്ങൾ എത്ര മനോഹരമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് ആ സ്ഥലത്തൂടെ ഒക്കെ പോയപ്പോഴാണ്. അൽബേനിയയും പിന്നെ മോണ്ടിനെഗ്രോ ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അവിടുത്തെ ആൾക്കാരും അവിടുത്തെ ഭൂപ്രകൃതി തന്നെ ഭയങ്കര ഭംഗിയുള്ളതാണ്. കാരണം ഒരു സൈഡിൽ മലയും ഇപ്പുറത്തെ സൈഡിൽ കടലും. ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആൾ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവിടുത്തെ ആ ഒരു ഭൂപ്രകൃതിയും. സത്യം പറഞ്ഞാൽ ഒരുപാട് ഫോട്ടോസിലൊന്നും കാണാത്തൊരു ഭംഗിയാണ്. നമ്മൾ ഷെങ്കൻ കൺട്രീസ് മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിൻ്റെ ഒരുപാട് ഫോട്ടോസ് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്തുള്ള ഫോട്ടോസ് ഒന്നും ഒരുപാട് കണ്ടിട്ടില്ല. വേറെ എവിടെ അങ്ങനെ കാണാത്ത ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫോർ എക്സാമ്പിൾ അൽബേനിയയിലത്തെ ബ്ലൂ വൈ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ തലേ ദിവസം ക്യാമ്പ് ചെയ്തിട്ട് ആ ബ്ലൂ വൈ എന്നുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഹൈക്ക് ചെയ്തിട്ടാണ് പോയത്. ആ ഹൈക്ക് ചെയ്ത് കുറച്ച് ദൂരം പോകാനുണ്ട്. പോയി കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പം ഒരു നീല കളറിലുള്ള വെള്ളത്തിൻ്റെ ഉറവിടം അതിങ്ങനെ പടർന്ന് കിടക്കണം. ഒരു അരുവിയാണ്, പക്ഷേ അതിൻ്റെ ഒരു ഉറവിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുളം പോലെയുള്ള സ്ഥലത്ത് ഒരു നീല കളറിൽ കണ്ണ് പോലെയായിരുന്നു അതിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടായിരുന്നു അതിന് ബ്ലൂ ഐ എന്നുള്ള പേര് വന്നത്. നീല കളറുള്ള ഒരു കണ്ണ് പോലെയായിരുന്നു അതിൻ്റെ ഒരു ഭംഗി. അപ്പം അത്രയും ഹൈക്ക് ചെയ്ത് ഞങ്ങൾ പോയപ്പം ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഹൈക്ക് ചെയ്തതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുന്നത് ആ ഒരു വ്യൂ എത്തിയപ്പോഴാണ്. അപ്പോൾ ഞാൻ അൽബേനിയയിൽ പിന്നെയും 1-2 സ്ഥലങ്ങൾ ഞങ്ങൾ പോയി. സരാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി, അങ്ങനെ ടേത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും എന്തുകൊണ്ടാണ് പുറം ലോകം അല്ലെങ്കിൽ നോർമലി ആൾക്കാർ എന്തുകൊണ്ട് ഈ സ്ഥലത്തെ പറ്റിയൊന്നും ചർച്ച ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ സ്ഥലത്തിൽ നിന്ന് അധികം ആൾക്കാർ ഒരുപാട് ടൂറിസ്റ്റുകളൊന്നും നമ്മൾ അവിടുന്ന് കാണുന്നില്ലായിരുന്നു. അതുപോലെ മോണ്ടിനെഗ്രോ എത്തിയ സമയത്ത് തന്നെ ഞങ്ങൾ മോണ്ടിനെഗ്രോനെ പറ്റി ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് മലയാളികൾ ആരെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നോക്കിയപ്പം സഫാരിയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മോണ്ടിനെഗ്രോയെ പറ്റി കാണുന്നത്. അപ്പോൾ മോണ്ടിനെഗ്രോയെ പറ്റി സന്തു സാർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ റിട്ടയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോയി ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മോണ്ടിനെഗ്രോ ആണെന്നാണ് സന്തു സാർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു പറഞ്ഞ കാര്യം വളരെ കൃത്യമാണെന്നുള്ളത് ഞങ്ങൾക്ക് അവിടെ എത്തിയപ്പോൾ മനസ്സിലായി. അത്രയ്ക്ക് മനോഹരമായിരുന്നു മോണ്ടിനെഗ്രോ എന്ന് പറഞ്ഞ സ്ഥലവും. അവിടുന്ന് കോട്ടൂർ എന്ന് പറഞ്ഞ സിറ്റി ആണെങ്കിലും ഓൾഡ് ടൗൺ ആണെങ്കിലും അതുപോലെ സ്വെതി സ്റ്റീഫൻ എന്ന് പറഞ്ഞ സ്ഥലമാണെങ്കിലും അങ്ങനെ ഒരുപാട് മൊനാസ്ട്രികളും ഉള്ള ഒരു സ്ഥലമായിരുന്നു മോണ്ടിനെഗ്രോ. അതുപോലെ മോണ്ടിനെഗ്രോ ഒരു മൊനാസ്ട്രി ഉണ്ട്. ആ മൊനാസ്ട്രി എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഒരു ക്ലിഫിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ദൂരത്തു നിന്ന് കാണുകയാണെങ്കിൽ ആ ഒരു മലയിൽ പതിപ്പിച്ച് വെച്ച പോലെ ഒരു ഫോട്ടോ ഒട്ടിച്ച് വെച്ച പോലെയാണ് അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഒരു സെയിൻറ്റ് വന്നിട്ട് ഉണ്ടാക്കിയൊരു മൊനാസ്ട്രിയാണ് അത്. അങ്ങനെ ഒരുപാട് അട്രാക്ഷൻസ് ആ മോണ്ടിനെഗ്രോ എന്ന് പറഞ്ഞ ചെറിയൊരു രാജ്യത്ത് തന്നെ ഉണ്ട്. അങ്ങനെ ബാൽക്കൻ കൺട്രീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ശരിക്കും അത്ഭുതപ്പെടുത്തി. കാരണം നമ്മൾ പൊതുവേ റെഫറൻസ് കിട്ടിയ സ്ഥലങ്ങളാണ് നമ്മൾ കൂടുതൽ പോകാറ്. നമുക്ക് കുറച്ചെങ്കിലും ഗൂഗിൾ ഫോട്ടോസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ ഫോട്ടോസിൻ്റെ ഒക്കെ ഒരു റെഫറൻസ് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു റെഫറൻസ് മുമ്പ് എവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഓരോ സ്ഥലങ്ങളും പോകുമ്പോഴും നമുക്ക് അത്രയ്ക്ക് സർപ്രൈസസ് ആയിരുന്നു തരുന്നത്. ആ ഒരു പുതുമ നമുക്ക് എപ്പോഴും കിട്ടിയത് ഈ ബാൽക്കൻ കൺട്രീസിലൂടെ യാത്ര ചെയ്തപ്പോഴാണ്. അപ്പം അതിൻ്റെ ആ ഒരു പ്രത്യേകത, കാരണം ഞാൻ ഇനിയും പോകാൻ താല്പര്യമുള്ള കൺട്രീസിൽ പെട്ട കുറച്ച് കൺട്രീസാണ് ഈ ബാൽക്കൻ കൺട്രീസ്.